ഹലോ സ്റ്റുഡൻസ്, എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കാൻ പോകുന്ന ചാപ്റ്റർ 10 ആണ്. ഓഫ് സ്റ്റഡീസ് എന്നാണ് ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. അപ്പം ഓഫ് സ്റ്റഡീസ് എന്ന് വെച്ചാൽ എന്താണ്? പഠനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇത് വരുന്നത്. ഇതൊരു എസ്സി ആണ്. എസ്സി എന്ന് വെച്ചാൽ പ്രബന്ധം എന്നാണ് കേട്ടോ മലയാളത്തിൽ പറയുന്നത് നമ്മൾ. അപ്പം ഈ ഒരു എസ്സി എഴുതിയിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷ് എസ്സേയിസ്റ്റ് ആയിട്ടുള്ള ഫ്രാൻസിസ് ബേക്കൺ ആണ്. അദ്ദേഹം തന്നെയാണ് ഇംഗ്ലീഷ് എസ്സേ എഴുതുന്ന ഫസ്റ്റ് മേജർ എസ്സേയിസ്റ്റ് വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ 1597 പബ്ലിഷ് ചെയ്തിട്ടുള്ള 10ഓളം എസ്സേയിൽ ഫസ്റ്റ് എസ്സേയാണ് ഈ ഒരു ഓഫ് സ്റ്റഡീസ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ സമ്മറിയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. In this essay, Bacon describes the importance of studies in human life. അപ്പോൾ എന്താണ് ഈ ഒരു എസ്സേ കൊണ്ട് ബേക്കൺ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ, ഹ്യൂമൻ ലൈഫ് എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിലെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, എന്തിൻ്റെ പ്രാധാന്യമാണ്? പഠനത്തിൻ്റെ, സ്റ്റഡീസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ബേക്കൺ പറഞ്ഞു വെക്കുന്നത്. Bacon begins his essay by pointing out the three chief uses of studies like amusement, adornment and ability. അപ്പം ഈ ഒരു എസ്സേ തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ്? അതായത് നമ്മളിപ്പം പഠിക്കുന്നത് കൊണ്ട് തന്നെ 3 യൂസസ്, ഉപയോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? പഠനത്തിന് 3 യൂസസ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു 3 യൂസസിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അമ്യൂസ്മെൻറ്റ്, അഡോൺമെൻറ്റ് ആൻഡ് എബിലിറ്റി. അമ്യൂസ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? വിനോദം. അഡോൺമെൻറ്റ് അലങ്കാരം. എബിലിറ്റി എന്ന് വെച്ചാൽ കഴിവാണ്. അപ്പം ഈ ഒരു എസ്സേ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ഉപയോഗം വരുന്നത്, ഒന്ന് വിനോദത്തിനായിട്ട് യൂസ് ചെയ്യാം, പിന്നെ എന്താണ് ആലങ്കാരികമായിട്ട് അല്ലേ, പിന്നെ അബിലിറ്റി, കഴിവ്. ഇതിനെക്കുറിച്ചിട്ടാണ് പഠനത്തിൻ്റെ 3 പോയിൻ്റായിട്ട് ഈ ഒരു എസ്സേയിലൂടെ ബേക്കൺ പറയുന്നത്. Studies delight as the most when done privately and the knowledge acquired refines our daily conversations. അപ്പോൾ എന്താണ് ഈ ഒരു ലൈനിൽ പറയുന്നത്? ഇവിടെ ഡിലൈറ്റ് എന്ന് വെച്ചാൽ ആനന്ദം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ അതിനെ പറയാറ്. ആൻഡ് അക്വയർ ചെയ്യുക, ബാക്കിയുള്ള ടേംസ് നിങ്ങൾക്ക് അറിയുണ്ടാവും. നോളജ് എന്ന് വെച്ചാൽ അറിവാണ്. അക്വയർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? അക്വയർഡ്, ഏറ്റെടുത്തു. റിഫൈൻ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധീകരിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഒരു ലൈന് അർത്ഥമാക്കുന്നത്, അതായത് നമ്മൾ പഠിക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് എന്താണ് ഇത് തരുന്നത്? വലിയ രീതിയിലുള്ള ആനന്ദം തരുന്നു. ഡിലൈറ്റ് ആസ് ദ മോസ്റ്റ് വെൻ ഡൺ പ്രൈവറ്റ്ലി. അതെങ്ങനെയാണ്? കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും നമ്മൾ പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം പഠിക്കുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ ആനന്ദം തരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു വേർഡ് പറയുന്നത്. ആൻഡ് ദി നോളജ് അക്വേർഡ് റിഫൈൻസ് അവർ ഡെയിലി കോൺവെർസേഷൻ. അതായത് നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തിക്ക് ഇവിടെ ബേക്കൺ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ടൈമിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഈ ഒരു സ്റ്റഡി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നോളജ് വെച്ചിട്ട് നമുക്ക് എന്താണ്, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നതായിരിക്കും അല്ലേ? നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ പൊതുവെ പറയാനുണ്ടല്ലോ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെ ജഡ്ജ് ചെയ്യും, ആളെങ്ങനെയാണ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്ന പോലെ. അപ്പോൾ ഒരു പഠിച്ച വിവരമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പറയും അയാൾ പഠിച്ചതിൻ്റെ ആ ഒരു ക്വാളിറ്റി അയാൾ കാണിക്കുന്നുണ്ട്. കാരണം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അദ്ദേഹം നല്ല രീതിയിലായിരിക്കും നമ്മളോട് കോൺവെർസേഷനിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി. അപ്പോൾ അതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? അത് അവരുടെ സ്റ്റഡി അല്ലേ, അവരെങ്ങനെ പഠിച്ചിരിക്കുന്നു, അതിനെയാണ് ആ ഒരു നമുക്കത് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ബേക്കണും പറയുന്നത്. A well-read man will possess good vocabulary and substantial knowledge which will enhance the worth of conversation. അപ്പോൾ ഞാൻ കുറച്ച് മുൻപേ പറഞ്ഞ് നിർത്തിയിട്ടേ ഉള്ളൂ. അതായത് എന്താണ് ഇവിടെ ബേക്കണും കൂടെ പറയുകയാണ് അതിനോട് അഫോർമേറ്റീവായിട്ട്. അതായത് നല്ല രീതിയിൽ വായിക്കുന്ന ഒരു മനുഷ്യന്, എ വെൽ റീഡ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നല്ല രീതിയിൽ വായിക്കുന്ന ഒരു മനുഷ്യൻ എന്താണ്? പൊസസ് എന്ന് വെച്ചാൽ കൈവശം എന്നാണ് കേട്ടോ. അവരുടെ കൈവശം എന്തുണ്ടാവും? ഗുഡ് വൊക്കാബുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള വേർഡ്സ് നമുക്കറിയണം അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പൊസസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം വരുന്ന കൈവശം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പൊസസ് തുടങ്ങിയിട്ടുള്ള പല വേർഡ്സ് അതിൻ്റെ സെറ്റിനെയാണ് നമ്മൾ വോക്കാബുലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേർഡ്സ് അറിയണം നമുക്ക്. അന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവൂ. അപ്പം ഇത്തരത്തിൽ നല്ല രീതിയിൽ വായിക്കുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ എന്താണ് ബേക്കൺ പറയുന്നത് ഉണ്ടാവുന്നതെന്ന്? അതായത് നല്ല വൊക്കാബുലറി ഉണ്ടാവും. ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് അയാൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് സബ്സ്റ്റാൻഷ്യൽ നോളജ് വിച്ച് വിൽ എൻഹാൻസ് ദി വേർത്ത് ഓഫ് കോൺവെർസേഷൻ. അപ്പോൾ എന്താണ് ഇത് എന്ത് ചെയ്യുന്നതെന്നാണ്? എൻഹാൻസ് ചെയ്യുക അല്ലേ. അത് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ ഒരു കോൺവെർസേഷൻ്റെ തോതിനെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്റ്റഡീസ് അഡീഷണലി ഇംപ്രൂവ് ആൻ ഇൻഡിവിജ്വൽസ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ഓതറൈറ്റേറ്റീവ് ആബിലിറ്റീസ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? കൂടാതെ ഈ ഒരു പഠനം എന്തിനെ നമ്മളെ സഹായിക്കുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് കുറച്ചുകൂടെ ഉയർത്തുക അല്ലേ, കാര്യക്ഷമമാക്കുന്നത്. അപ്പം എന്താണ്? ഇംപ്രൂവ് ചെയ്യുക ആരുടെ? ഒരു പേഴ്സൻ്റെ ജഡ്ജ്മെൻ്റ് ആൻഡ് അതോറിറ്റേറ്റീവ് എബിലിറ്റീസിനെ കൂടെ. അതോറിറ്റേറ്റീവ് എബിലിറ്റീസ് എന്ന് വെച്ചാൽ ആധികാരികമായിട്ടുള്ള കഴിവിനെ കൂടെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി അക്കോർഡിംഗ്ലി ദോസ് ഹു സ്റ്റഡി ക്യാൻ ബെറ്റർ മാനേജ് ആൻഡ് പെർഫോം ബിസിനസ് മാറ്റേഴ്സ്. അപ്പം ഇവിടെ നമ്മുടെ ബേക്കൺ പറയാണ്, അതായത് പഠിച്ചൊരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. can better manage and perform business matters. Okay. ആൻഡ് അതുകൂടാതെ അതിൻ്റെ ഒരു ഇരിപ്പ് വശം കൂടെ പറയുന്നുണ്ട്. ഓർഡിനറി മാൻ ടു അല്ലേ. സാധാരണ ഒരു മനുഷ്യനും ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഓർഡിനറി മാൻ ടു ക്യാൻ വിത്തൗട്ട് എനി ഡൗട്ട് അല്ലേ. ഒരു സംശയം കൂടാതെ തന്നെ നമുക്ക് പറയാം ഒരു സാധാരണ മനുഷ്യനും എന്താണ് ഒരു ബിസിനസ്സിനെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. can without any doubt conduct their daily business smoothly അല്ലേ. ഇവിടെ ബേക്കൺ പറയാണ് ആരാണ്? ഒരു പഠിച്ചൊരു വ്യക്തിക്ക് എന്താണ് നല്ല രീതിയിൽ ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നടത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്ന്. കൂടാതെ എന്താണ് ഒരു സാധാരണ മനുഷ്യനും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തന്നെ ആ ഒരു ഡെയിലി ഓപ്പറേഷൻസ് നടത്താൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബട്ട് ലേൺഡ് മെൻ വിൽ ഡു സോ വിത്ത് ഹയർ എഫിഷ്യൻസി. അത് എന്താണ് പറയുന്നത്? അതായത് ഒരു പഠിച്ച വ്യക്തിക്ക് എന്ത് പറ്റും? ഉയർന്ന തോതിൽ കാര്യക്ഷമമായിട്ട് ഈ ഒരു ബിസിനസ്സിനെ റൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ പഠിച്ചൊരു വ്യക്തി മറ്റേ സാധാരണ നോർമൽ ഒരു ബിസിനസ് മാനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും പഠനത്തിൻ്റെ മഹാത്മ്യത്തെയാണ് ബേക്കൺ ഇവിടെ പറയുന്നത്. However, Bacon wants that studying for too long duration is symbolic of laziness. കൂടാതെ ബേക്കൺ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് കുറേ നാളത്തേക്ക് ഇങ്ങനെ സ്റ്റഡി ചെയ്യുന്നത് പഠിക്കുന്നത് എന്താണ്? അതെന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ ലേസിനെസ് അല്ലേ. ലേസിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയന്മാരാവാനുള്ള ഒരു തോത് കൂടെ ഇവിടെ കൂടുതൽ നാളിങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴും അത് എത്തിച്ചേരുന്നുണ്ട്. On the same note, using too much figurative and ornate language makes one appear pretentious. Similarly, grounding judgments only in bookish rules and in one's studies makes one appear eccentric and worthy of ridicule. അപ്പോൾ എന്താണ് ഇവിടെ ലാസ്റ്റ് ഈ ഒരു പാരയിൽ വരികളിലായിട്ട് പറയുന്നത്? On the same note, using too much figurative and ornate language makes one appear pretentious. അപ്പോൾ ഇവിടെ വേർഡ്സ് നമുക്ക് നോക്കാം. pretentious എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർഷ്ട്യമുള്ള എന്നൊക്കെയാണ് കേട്ടോ നമ്മൾ പറയുന്നത്.
പിന്നെന്താണ് ഫിഗറേറ്റീവ് ആൻഡ് ഓർണേറ്റീവ് ലാംഗ്വേജ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആലങ്കാരികമായിട്ടുള്ള ഭാഷ പ്രയോഗം അതിനെയാണ് കേട്ടോ പറയുന്നത്. അപ്പം ചില ആൾക്കാർ നല്ല രീതിയിൽ ഭാഷ പ്രയോഗിക്കും അല്ലേ, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത്തരത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കുറച്ച് ധാർഷ്ട്യമുള്ളവരെ അല്ലെങ്കിൽ അവർ കുറച്ച് മേധാവിത്വം കൂടുതലുള്ളവരാണെന്ന് നമ്മളത് ധരിക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇനി കൂടാതെ എന്താണ്, ഗ്രൗണ്ടിങ് ജഡ്ജ്മെന്റ്സ് ഓൺലി ഇൻ ബുക്കിഷ് റൂൾസ് ആൻഡ് വൺ സ്റ്റഡീസ് മേക്സ് വൺ അപ്പിയർ എക്സെൻട്രിക് ആൻഡ് വർത്തി ഓഫ് റിഡിക്യൂൾ. ഇതിൽ നോക്കാം, എക്സെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, വിചിത്രമായിട്ടുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. വർത്തി ഓഫ് റിഡിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹാസത്തിന് യോഗ്യൻ. അപ്പം ഈ ഒരു സെന്റൻസ് എന്താ പറയുന്നത്, അതായത് നമ്മൾ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ബുക്കിഷ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിൽ പറഞ്ഞത് എന്താണോ അത് മാത്രം പറയുന്നത് അല്ലേ, അതിനെ അടിസ്ഥാനപരമായിട്ടുള്ള വിധിയായിട്ട് കൽപ്പിക്കുന്നത്, അതാണ് ഗ്രൗണ്ടിങ് ജഡ്ജ്മെന്റ്സ്. അത് സിമ്പിൾ ടേംസിൽ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം ബുക്കിൽ നമ്മൾ ബുക്ക് നോക്കിയിട്ടാണ് പഠിക്കുന്നത് അല്ലേ, അതൊരു തിയറിയാണ്, അത് പ്രാക്ടിക്കൽ ആക്കുന്നില്ല. നമ്മൾ ബുക്കിൽ എന്താണോ പറയുന്നത് അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്തായാലും എന്താണ് പരിഹാസപാത്രനാവുന്നാണ് ഈ ഒരു ബേക്കൺ പറയുന്നത്. അത് സത്യമല്ലേ, ബുക്കിൽ പറഞ്ഞതല്ല, പലതും നമ്മൾ എന്താണ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം, പക്ഷെ അത് നമ്മളുടെ ലോജിക്കും കൂടെ അതിൽ ആഡ് ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടെ ഫലവത്താവുക അല്ലേ. അല്ലാതെ നമ്മൾ ആ ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കത് അതേപടി ചെയ്ത് കഴിഞ്ഞാൽ അത് മേ ബി ചില കറക്ഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെഷൻ നോക്കാം. സ്റ്റഡീസ് ഡെവലപ്പ് ആൻഡ് പെർഫെക്റ്റ് ദി നാച്ചുറൽ എബിലിറ്റീസ് ഓഫ് ദി ഹ്യൂമൻ മൈൻഡ്. അപ്പോൾ എന്താണ് പഠനം എന്താ ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുക അല്ലെ, വികസിപ്പിക്കുന്നുണ്ട്. ആൻഡ് നാച്ചുറൽ എബിലിറ്റീസ് ഓഫ് ഹ്യൂമൻ മൈൻഡ്, അതായത് മനുഷ്യൻ്റെ ചിന്തയെ അല്ലേ, അതിൻ്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള കഴിവിനെ ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു പഠനം കൊണ്ട് നമുക്ക് സാധ്യമാണ്. Studies trim the innate immaturities of human thought to help one grow, just as the growth of plant is improved by trimming. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ട്രിം ദി ഇന്നേറ്റ് ഇമ്മച്യൂരിറ്റീസ്, അതായത് സഹജമായിട്ടുള്ള ആ പക്വതകളെ മുറിച്ചു മാറ്റാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ലൈൻസിൽ തന്നെ ഇന്നർ മീനിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ബേക്കൺ ആക്ച്വലി അതായത് ട്രിം ദി ഇന്നേറ്റ് ഇമ്മച്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്മച്യൂരിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്, പക്വതയില്ലായ്മയെയാണ് പറയുന്നത് അല്ലേ. അപ്പം ഇവിടെ ഈ ഒരു പഠനത്തിലൂടെ, നല്ലൊരു പഠനത്തിലൂടെ ഈ ഒരു അപക്വമായിട്ടുള്ള കഴിവിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനെ മുറിച്ച് മാറ്റിയിട്ട് നല്ല രീതിയിൽ വളരാൻ കഴിയുന്നതായിരിക്കും എന്നാണ് ഇവിടെ ബേക്കൺ പറയുന്നത്. ഇതിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ആസ് ദി ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ് ഈസ് ഇംപ്രൂവ്ഡ് ബൈ ട്രിമ്മിങ്. നമ്മൾ ചില പുല്ലുകളൊക്കെ കണ്ടിട്ടില്ലേ, അത് കുറച്ചധികം വളർന്നു കഴിഞ്ഞാൽ നമ്മളതെന്താണ് അതൊന്ന് വെട്ടി ഒതുക്കി നല്ല ഭംഗിയാക്കി വെക്കും അല്ലേ. ഇതേപോലെ തന്നെയാണ് സ്റ്റഡിയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളുടെ പക്വമല്ലാത്ത അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന വേ, അത് തന്നെ ഈ ഒരു നമ്മളിപ്പോൾ പഠിച്ചൊരു വ്യക്തി ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്ന വേയും, അല്ലാതെ ഒരു സാധാരണ ഓർഡിനറി കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ് ഇവർ രണ്ടുപേരും ഒരു കാര്യത്തെ എന്താണ് അതിനോട് അപ്രോച്ച് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലേ. അപ്പം പഠനം ഒന്നും കൂടെ അയാൾക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ് കൊടുക്കുമെന്നാണ് ബേക്കൺ പറയുന്നത്. Studies offer both guidance and experience. However, at times, books also create confusion, but one's experience can help one steer clear of it. അപ്പം പിന്നീട് എന്താ പറയുന്നത്, സ്റ്റഡീസ് ഓഫർ ബോത്ത് ഗൈഡൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പം പഠനം എന്താണ് നൽകുന്നത്, പഠനം അറിവ് നൽകുന്നുണ്ട്, കൂടാതെ എന്താണ് ബോത്ത് ഗൈഡൻസ് ആൻഡ് എക്സ്പീരിയൻസ് അല്ലേ. നമുക്കൊരു ഗൈഡൻസ് നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റഡി എന്ന് പറയുന്നത്, കൂടാതെ എന്താണ് നമുക്കൊരു അനുഭവ സമ്പത്ത് അല്ലേ, എക്സ്പീരിയൻസ് കൂടെ നൽകുന്നുണ്ട്. ഹവെവർ അറ്റ് ടൈംസ് ബുക്സ് ഓൾസോ ക്രിയേറ്റ് കൺഫ്യൂഷൻ, ബട്ട് വൺസ് എക്സ്പീരിയൻസ് ക്യാൻ ഹെൽപ്പ് വൺ ക്ലിയർ ഓഫ് ഇറ്റ്. സ്റ്റിയർ ക്ലിയർ ഓഫ് ഇറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നയിക്കുക അല്ലേ. സ്റ്റിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നയിക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്
സമയം കഴിയുന്തോറും നമുക്ക് എന്താണ് ബുക്ക് ഒരു കൺഫ്യൂഷൻ മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ ആവുന്നതുണ്ട്, അല്ലെങ്കിൽ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിക്കൂൾ ആവുന്ന ടൈമൊക്കെ അറീവ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ അനുഭവം നമ്മൾ എന്തെത്തിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അനുഭവം പ്ലസ് ഈ ഒരു സ്റ്റഡിയും കൂടെ നമുക്ക് നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പാത്തിലേക്ക് നയിക്കുന്നുണ്ട്. People of different mindset regard studies differently. That is, practical people always condemn or oppose studies. Common people admire studies and wise people use studies. അപ്പോൾ എന്താണ് ഇവിടെ നെക്സ്റ്റ് പറയുന്നത്? പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് റിഗാർഡ് സ്റ്റഡീസ് ഡിഫറെൻ്റ്ലി. എല്ലാവർക്കും അറിയാം, എല്ലാ വ്യക്തികളും ഒരേ രീതിയിലുള്ളവരല്ല അല്ലേ, ഡിഫറെൻറ്റ് ഇൻഡിവിജ്വാലിറ്റീസ് ആണ്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റും അങ്ങനെ എന്തായിരിക്കും, ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു പഠനത്തെക്കുറിച്ച് പറയുമ്പോഴും എന്താണ്, നമ്മുടെ പഠിക്കാനുള്ള കഴിവ് അത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. നമ്മൾ എക്സാമ്പിളായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കൂലേ, ചില പാരൻസ് പറയാറുണ്ട് നിങ്ങൾ അവനെ കണ്ടുപടി, അല്ലെങ്കിൽ നീ ഇവളെ കണ്ടുപടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ ഒരു പാരൻസ് മനസ്സിലാക്കാത്തത് എന്താണ്, ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അവർക്ക് മറ്റൊരാളെ കണ്ട് പഠിക്കാൻ കഴിയില്ല. ഇവരുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് ആ ഒരു കഴിവിനെ തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു ഫോർമാറ്റിലേ പഠിക്കാൻ പറ്റുള്ളൂ. കുറച്ച് പേര് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാലേ മാർക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ മറ്റുള്ള ചിലരോ എക്സാമിൻ്റെ തലേന്ന് നോക്കിക്കഴിഞ്ഞാൽ വരെ അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ. അപ്പോൾ അത് എന്താണ്, അത് നമ്മളുടെ മൈൻഡ് സെറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്, പ്രാക്ടിക്കൽ പീപ്പിൾ ഓൾവേസ് കണ്ടം ഓർ ഒപ്പോസ് സ്റ്റഡീസ്. അതായത് പ്രാക്ടിക്കലായിട്ട് ഈ ബുക്കിഷ് റൂൾസ് അല്ലെങ്കിൽ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതല്ല, പ്രാക്ടിക്കലിലേക്ക് വരുമ്പോഴേക്ക് ഇതെന്താണ്, നമുക്കൊന്നും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ നമ്മൾ പ്രാക്ടിക്കൽ പീപ്പിൾ എന്ന് പറയും. ഇവരെന്താണ്, കണ്ടം അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാന്ന്. അപ്പോൾ ഇവിടെ ഒപ്പോസിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവർ ഇതിനെ എതിർക്കുന്നുണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ പീപ്പിളിൻ്റെ ഒരു അപ്രോച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ് പറയുന്നത്, കോമൺ പീപ്പിൾ, സാധാരണ മനുഷ്യരെന്താണ് ഇതിനെ അഡ്മയർ ചെയ്യുക അല്ലേ. അഡ്മയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനന്ദിക്കുക. ഇവിടെ കണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപലപിക്കുക. ഓക്കെ, ഇവിടെ കോമൺ പീപ്പിൾ എന്താക്കുക ചെയ്യുന്നത്, അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കൂടാതെ ബുദ്ധിയുള്ള മനുഷ്യർ, അതാണ് വൈസ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇവരെന്താണ്, സ്റ്റഡീസിനെ അല്ലേ, പഠനത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. വൈസ് പീപ്പിൾ യൂസ് സ്റ്റഡീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പം എന്താണ്, വൈസ് പീപ്പിൾ യൂസ് സ്റ്റഡീസ്, അതായത് പഠനത്തെ ഉപയോഗിക്കുന്ന മനുഷ്യരാണ് ബുദ്ധിയുള്ള മനുഷ്യർ. ഓക്കെ, ഇനി സാധാരണ മനുഷ്യരെന്താണ്, പഠനത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രാക്ടിക്കൽ മൈൻഡുള്ള മനുഷ്യർ എന്താ ചെയ്യുന്നത്, അതിനെ ഓപ്പോസിറ്റ് ചെയ്യുക അല്ലേ, ഒപ്പോസ് ചെയ്യുക, അതിനെ നിരസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഫോർ യൂസിങ് സ്റ്റഡീസ് റിയലിസ്റ്റിക്കലി ആൻഡ് മീനിങ് പീപ്പിൾ നീഡ് ദ ഹെൽപ്പ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പം പിന്നീട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പഠനത്തെ അല്ലെങ്കിൽ പഠനം ഉപയോഗിക്കുമ്പോൾ നമ്മളത് നല്ല എഫക്റ്റീവായിട്ട് അതിൻ്റെ മീനിങ്ങോടെ തന്നെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ ഒരാൾക്ക് എന്തുണ്ടായിരിക്കണം, ഒരു അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. പീപ്പിൾ നീഡ് ദി ഹെൽപ്പ് ഓഫ് എക്സ്പീരിയൻസ്. ത്രൂ സ്റ്റഡീസ് വി ലേൺ ടു ഗെയിൻ ഇൻസൈറ്റ് ഫ്രം ഒബ്സർവേഷൻ. ഓക്കെ, അപ്പം എന്താണ്, പഠനത്തിലൂടെ നമ്മൾ എന്താണ് കരസ്ഥമാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നത്, വി ലേൺ ടു ഗെയിൻ ഇൻസൈറ്റ് ഫ്രം ഒബ്സർവേഷൻ. നിരീക്ഷണത്തിലൂടെ അല്ലേ, നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ നിരീക്ഷണത്തിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, നോളജ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ടു ഡിസ്പ്യൂട്ട് ഓർ ഒപ്പോസ് nor even accept blindly or debate. Rather, it should be used to evaluate and contemplate. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമ്മുടെ അറിവിനെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അറിവിനെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, അതിനെ തർക്കം അല്ലെങ്കിൽ സംവാദത്തിന് വേണ്ടിയിട്ടോ അല്ല നമ്മൾ അറിവിനെ യൂസ് ചെയ്യുന്നത്. കൂടാതെ എന്താണ്, അതിനെ ബ്ലൈൻഡായിട്ട് അല്ലേ തർക്കിക്കാൻ വേണ്ടിയിട്ട്, ഡിബേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതിനെ ബ്ലൈൻഡ്ലി വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത്. റാദർ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ടു ഇവാലുവേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് അല്ലേ, അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമായിട്ട് ചിന്തിക്കാനോ ആലോചിക്കാനോ കൂടിയാണ് നമ്മൾ ഇത് അറിവിനെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഇവിടെ
ബേക്കൺ പറയുന്നുണ്ട്. ആൻഡ് Bacon speaks about the different ways in which different books are to be read. അപ്പോൾ എന്താണ് ഇനി പറയുന്നത്? ബേക്കൺ പറയാൻ പോകുന്നത് സ്പീക്സ് അബൌട്ട് ദി ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് ബുക്സ് ടു ബി റീഡ്. എങ്ങനെയാണ് പലതരത്തിലുള്ള ബുക്കുകൾ ഏതെല്ലാം വഴിയിലൂടെ റീഡ് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റുന്നതിന്. അതായത് ഒന്ന് പറയുന്നത് സം ബുക്സ് ആർ ടു ബി പെർസ്യൂഡ് ലൈറ്റ്ലി, ദാറ്റ് ഈസ് ടേസ്റ്റഡ്. അതായത് ചില ബുക്കുകൾ നമുക്ക് ലളിതമായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പരിശോധിച്ചിട്ട് ആണ് വായിക്കാറ്. അത്തരത്തിൽ ലൈറ്റായിട്ട് പെറൂസ്ഡ് ലൈറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ലഘുവായ അല്ലെങ്കിൽ ലളിതമായ ഭാഷയിൽ എഴുതുന്ന അതിനെ നമ്മൾ ടേസ്റ്റ് ചെയ്യാന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം അതിനെ അവിടെ പറയുന്നത്. വൈൽ സം അതർ ബുക്സ് ആർ ടു ബി അണ്ടർസ്റ്റുഡ് ആൻഡ് എൻജോയ്ഡ്. അപ്പം ചില കൈൻഡ് ഓഫ് ബുക്സ് എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അത് നല്ല ആനന്ദത്തിലാണ് അല്ലേ വായിക്കുന്നത്. എന്താണ്? വൈൽ സം അതർ ബുക്സ് ആർ ടു ബി അണ്ടർസ്റ്റുഡ് ആൻഡ് എൻജോയ്ഡ് അല്ലേ. നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ആനന്ദത്തോടു കൂടെ തന്നെയാണ് അത് വായിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിന് എന്താ പറയുന്നത്? വിഴുങ്ങുക എന്ന് പറയും അല്ലേ, സ്വാലോ ചെയ്തിരിക്കുക എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനെ വിഴുങ്ങുക എന്നാണ് പറയുന്നത്. ഇനി അതേപക്ഷം വേറൊരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഓൺ ദ അതർ ഹാൻഡ് 13 books are to be digested, that is to fully extract their meaning and implements in one's life. അപ്പോൾ എന്താണ്? വേറെ തരത്തിലുള്ള ബുക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡൈജസ്റ്റ് ചെയ്യുക, പെട്ടെന്ന് ദഹിക്കും അല്ലേ. അപ്പം പെട്ടെന്ന് ദഹിക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫുള്ളി എക്സ്ട്രാക്ട് ദെയർ മീനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇൻ വൺസ് ലൈഫ്. അപ്പം പെട്ടെന്ന് ദഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് അതിൻ്റെ ഉള്ളിലുള്ള മീനിങ്ങിനെ, അർത്ഥത്തിനെ നമ്മൾ ഉൾക്കൊണ്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യലാണ് ഒരാളുടെ ജീവിതത്തിൽ. അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ബുക്കിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഞാൻ അനുഭവത്തിലേക്ക് കൊണ്ടുവരാ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പം എന്താണ് ബേക്കൺ പറഞ്ഞിരിക്കുന്നത്? പലതരത്തിലുള്ള ബുക്കുകളുണ്ട്, പല രീതിയിലൂടെ നമുക്ക് അക്വയർ ചെയ്യാൻ, അതിനെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് ചെറുതായിട്ട് പരിശോധിച്ചിട്ട് നമുക്ക് എന്താണ് ബുക്കുകളെ അതിൻ്റെ ഉള്ളിൽ എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും പറയാമെന്ന്. ഇതാണ് പെറൂസ്ഡ് ലൈറ്റ്ലി. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ടേസ്റ്റ് ചെയ്യാന്നാണ് അത്തരത്തിലുള്ള അപ്രോച്ചിനെ പറയുന്നത്. ചില ബുക്കുകൾ എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനും പറ്റുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബുക്സ് നമ്മൾ എങ്ങനെയാ പറയാന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വായനയെ നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? സ്വാലോ ചെയ്യുക, വിഴുങ്ങുക എന്ന് പറയും അല്ലേ. ഇനി ചില തരത്തിലുള്ള ബുക്കുകൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും അല്ലേ, നമുക്ക് അത് പെട്ടെന്ന് ദഹിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മളത് അപ്ലൈ ചെയ്യാണ് അല്ലേ നമ്മുടെ ലൈഫിലേക്ക്. അതാണ് ഡൈജസ്റ്റ് ആവുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And therefore some books are to be read only in parts, other are to be read with less curiosity, and some books are to be read with attention and diligence. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ഇനി ഇദ്ദേഹം പറയാണ് ചില ബുക്കുകൾ എങ്ങനെ വായിക്കുന്ന, ചില ബുക്കുകൾ നമുക്ക് അതിൻ്റെ പാർട്സ് മാത്രമായിട്ടേ വായിക്കാം അല്ലേ. ചില പാർട്ട് മാത്രം, അതായത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അല്ലെങ്കിൽ ആ ഒരു ബുക്കിൽ ഓരോ പാർട്ടുകളായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ട് മാത്രം വായിക്കുന്ന രീതിയിലേക്ക് ചില ബുക്കുകളെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഇനി ചില ബുക്കുകളെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? തീരെ ഇഷ്ടമില്ലാത്ത രീതിയിൽ, അത്ര ക്യൂരിയസ് അല്ലാത്ത രീതിയിൽ, അത്ര ജിജ്ഞാസ പുറപ്പെടുവിക്കാത്ത രീതിയിലായിരിക്കും നമ്മൾ ചില ബുക്കുകളെ വായിക്കുന്നത്. സം ബുക്സ് ആർ ടു ബി റീഡ് വിത്ത് അറ്റൻഷൻ ആൻഡ് ഡിലിജൻസ്. ഡിലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉത്സാഹത്തോടു കൂടെ അല്ലേ. ചില ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ഭയങ്കര ഉത്സാഹമായിരിക്കും. എന്താണ് നമുക്കിപ്പം കൂടുതൽ കുറച്ച് മുൻപേ ഒക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് അല്ലേ, റാം കെയർ ഓഫ് ആനന്ദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറെ ഇതേപോലെ തന്നെ കുറച്ച് ബുക്ക് ഉണ്ടായിരുന്നേനും. അപ്പം ഈ ഒരു ബുക്കൊക്കെ എന്താണ്, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ മേക്ക് ചെയ്ത ബുക്കാണ് അല്ലേ. അത് കൂടാതെ എന്താണ് ഇത്തരത്തിൽ നമുക്ക് ഉത്സാഹമായിരിക്കും അതൊക്കെ വായിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായനയെ, ഒരു ബുക്ക് വായനയെ നമ്മൾ എന്താണ് വേർതിരിക്കുന്നത് ഇവിടെ Bacon however also says that sometimes it may be enough to read extracts or review of books made by others instead of reading the whole book by oneself. അപ്പം കൂടാതെ ബേക്കൺ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ
ഇറ്റ് മേ ബി ഇനഫ് ടു റീഡ് എക്സ്ട്രാക്ട്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ചില ബുക്കുകൾ നമ്മൾ വായിക്കാതെ തന്നെ നമുക്ക് എന്താണ് അതിൻ്റെ സമ്മറി കണ്ടു കഴിഞ്ഞാൽ അല്ലേ, സമ്മറി അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ, ബുക്കിൽ എന്തായാലും മനസ്സിലായല്ലോ കാര്യങ്ങൾ, ഇനി ആ ഒരു ബുക്ക് വായിക്കണം എന്നില്ലാന്ന്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. ഇത്തരത്തിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് പെട്ടെന്നൊരു സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നാളത്തേക്ക് തന്നെ ഒരു ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇരുന്നിട്ട് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല അല്ലേ, കുറേ വലിയ ബുക്കാണെങ്കിൽ അത് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ സമ്മറി എടുത്ത് നോക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ ബേക്കൺ പറയുന്നത്, ഇറ്റ് മേ ബി ഇനഫ് ടു റീഡ് എക്സ്ട്രാക്ട്സ് ഓർ റിവ്യൂ ഓഫ് ബുക്സ് മെയ്ഡ് ബൈ അതേഴ്സ്. അതായത് ആ ഒരു ബുക്ക് മുൻപേ വായിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എഴുതിയിട്ടുള്ള ആ ഒരു ബുക്കിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ചെറിയ റിവ്യൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സമ്മറി ഉപയോഗിച്ചിട്ടോ നമുക്കതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇൻസ്റ്റെഡ് ഓഫ് റീഡിങ് ദ ഹോൾ ബുക്ക് ബൈ വൺ സെൽഫ്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് വായിക്കാതെ തന്നെ മറ്റുള്ളവർ എഴുതിയിട്ടുള്ള ആ ഒരു ബുക്കിനെ കുറിച്ച് എഴുതിയിട്ടുള്ള സമ്മറി വെച്ചിട്ട് നമുക്കതിനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ബേക്കൺ, പക്ഷേ ബേക്കണിൻ്റെ ഇത് പ്രകാരം ദിസ് ഈസ് ടു ബി ഡൺ ഓൺലി ഇൻ കേസ് ഓഫ് ബുക്സ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ്. അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ ബുക്ക് വായിക്കേണ്ടത് എപ്പോഴാണെന്നാണ് ബേക്കൺ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു ബുക്ക് വായിക്കുമ്പോൾ അല്ലേ, അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ബുക്കാണെന്ന് നമുക്ക് തോന്നുന്നതാണെങ്കിൽ അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സമ്മറി വായിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹോൾ ബുക്കും വായിച്ച് തീർക്കണം എന്നാണ്, അതിൻ്റെ ആസ്വദിക്കണം എന്നാണ് ബേക്കൺ പറയുന്നത്. ഹി കൺസിഡേഴ്സ് ദി ഡിസ്റ്റിൽഡ് ബുക്സ് സമ്മറൈസ്ഡ് ബുക്സ് ടു ബി ലൈക്ക് ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ്. അതായത് ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്യൂരിഫൈഡ് വാട്ടർ, വിച്ച് ഹി ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്ലാഷി തിങ്സ് ലാക്കിംഗ് ഡെപ്ത് ആൻഡ് വിത്ത് ലിറ്റിൽ സബ്സ്റ്റൻസ് ഓർ വർത്ത്. അപ്പം ഈ ഒരു ലൈനിൽ എന്താ പറയുന്നത്? അതായത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ആ ഒരു ഹോൾ ബുക്ക് അല്ലെ, ആ ഒരു ബുക്ക് മുഴുവനും നമ്മളല്ലാതെ മറ്റുള്ളവർ എഴുതിയ സമ്മറി വെച്ച് വായിക്കുക എന്നുള്ളതാണെങ്കിൽ എന്താണ്, അത് നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു ബുക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഇതൊരു സ്പൂൺ ഫീഡിങ് പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ദാറ്റ് ഈസ്, നിങ്ങളെല്ലാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിപ്പം ഒരു ബുക്ക്, ഒരു ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇപ്പം ടീച്ചേഴ്സ് എപ്പോഴും വന്ന് ക്ലാസ് എടുക്കാറുണ്ട്. നമ്മളത് ഒരു കുട്ടി പ്രോപ്പറായിട്ട് ഇന്ന് എടുത്ത ക്ലാസ് തന്നെ, ടീച്ചർ എടുത്ത ക്ലാസ് പഠിക്കാന്നുണ്ടെങ്കിൽ അവനത് അത്ര എഫേർട്ട് ഇല്ലാതെ തന്നെ ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ എന്താണ് ഒന്ന് കണ്ണോടിച്ച് വായിക്കാനോ അല്ലെങ്കിൽ അത് അവൻ പ്രോപ്പർ ഫോളോ അപ്പ് ചെയ്യുന്നതാണെങ്കിൽ അവന് ചെറിയ രീതിയിൽ ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ട്. ഇനി ഇതിപ്പം ഫൈനൽ എക്സാമിൻ്റെ തലേ ദിവസം നോക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ എന്താണ് നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരും അല്ലേ, അതൊന്ന് പഠിച്ചെടുക്കാൻ. ഇനി ഇവർ രണ്ടാളും തമ്മിലുള്ള ഈ ഒരു അറിവിൻ്റെത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എപ്പോഴും ഡെയിലി ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അവന് ഈ ഒരു പഠിച്ചത് ഒരു 2 വർഷം കഴിഞ്ഞ് ചോദിച്ചാലും എന്തായിരിക്കും, അത് അവൻ്റെ മൈൻഡിലുണ്ടാവും. പക്ഷേ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കുന്ന കുട്ടീനോട് 2 വർഷം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവൻ അതിൻ്റെ ഒരു പോയിന്റ് പോലും പറയാൻ പറ്റത്തില്ല. ഇവിടെ എന്താണെന്ന് മനസ്സിലാവുന്നത്? അതായത് ഇത്തരത്തിൽ പെട്ടെന്ന് വായിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ബുക്കിനെ കുറിച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ച് പഠിക്കാന്നുണ്ടെങ്കിൽ എന്താണ്, അത് ഇൻഡെപ്ത് ആയിട്ട് തന്നെ അതിനെ അറിഞ്ഞു പഠിക്കേണ്ടതായിട്ടുണ്ടെന്ന് ബേക്കൺ പറയുന്നുണ്ട്. Furthermore, Bacon suggests how reading makes a man complete. Conversation makes a man quick and witty, and writing improves a man's memory. അപ്പം അതുകൊണ്ട് തന്നെ ബേക്കൺ പറയുന്നു, ദാറ്റ് ഈസ് ബേക്കൺ സജസ്റ്റ്, നിർദ്ദേശിക്കാണ് അല്ലേ, ബേക്കൺ നിർദ്ദേശിക്കാണ് ഹൗ റീഡിങ്സ് മേക്സ് മാൻ കംപ്ലീറ്റ്. എങ്ങനെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ അല്ലെ, വായനയിലൂടെ, വായിച്ചാൽ വളരും അല്ലെങ്കിൽ വളയും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ബേക്കണും ഇവിടെ പറയാണ്, വായിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നതെന്ന് ബേക്കൺ പറയുന്നുണ്ട്. പിന്നെ കൂടാതെ അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ അയാളുടെ സംഭാഷണങ്ങൾ, ആ ഒരു സംഭാഷണം എങ്ങനെ നമുക്ക് മനസ്സിലാക്കി, ക്വിക്ക് ആൻഡ് വിറ്റി അല്ലേ, ഫാസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് നല്ല രീതിയിൽ, നല്ല വ്യക്തമായ ക്ലിയറോടും, പിന്നെ വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്,
രസകരമായിട്ടുള്ള എത്ര വേഗമേറിയിട്ടുള്ള മറുപടികളായിരിക്കും അദ്ദേഹം തരുന്നത്. ആൻഡ് കൂടാതെ എന്താണ്, റൈറ്റിംഗ് ഇംപ്രൂവ്സ് എ മാൻസ് മെമ്മറി. നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങളല്ലേ, അത് നമ്മുടെ മെമ്മറിയിൽ ഭയങ്കരമായിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. നമ്മൾ വായിച്ച് പഠിക്കുന്നതിനേക്കാളും എഴുതി പഠിക്കുമ്പോൾ എന്താണ്, അതൊന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാണ് നമ്മുടെ മെമ്മറീനെ. അത് നമുക്ക് കുറച്ചുകൂടെ വായിച്ച് പഠിച്ചതിനേക്കാളും കൂടുതൽ വേഗത്തിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറിയിൽ നിൽക്കുന്നതായിരിക്കും. അത് ഇവിടെ നെക്സ്റ്റ് ലൈൻസിൽ ബേക്കൺ പറയുന്നുണ്ട്, ഇഫ് എ മാൻ റൈറ്റ് ലെസ് ഹി വിൽ നോട്ട് ഹാവ് എ ഗുഡ് മെമ്മറി. അപ്പം അതായത് ഒരു മനുഷ്യന് കുറവ് സമയമാണ് എഴുതാനെടുക്കുന്നത് കുറവ് സമയം എന്നല്ല, സോറി. അതായത് ഒരു മനുഷ്യന് കുറച്ച് മാത്രം എഴുതുക അല്ലേ, അല്ലാതെ അയാൾ ഇപ്പം ബുക്ക് നോക്കിയാണ് പഠിക്കുന്നത്. നോക്കി പഠിക്കുന്നതിനേക്കാളും അയാൾ എഴുതി പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടെ ഷാർപ്പനായിട്ടുള്ള മെമ്മറി ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇത്തരത്തിൽ എഴുതി പഠിക്കാത്ത ഒരു വ്യക്തിക്ക് എന്താണ്, കമ്പയറിങ് ടു എഴുതി പഠിക്കുന്ന ഒരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ ചെറിയ മെമ്മറി ആയിരിക്കും ഉണ്ടാവുന്നതെന്ന്. അതായത് കാര്യങ്ങളെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ, റീകോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. സിമിലർലി ഇഫ് ഹി സ്പീക്സ് ലെസ് ഹി വിൽ ലാക്ക് വിറ്റ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. കൂടാതെ അതോടൊപ്പം തന്നെ എന്താണ്, ഒരാൾ കുറച്ച് മാത്രം സംസാരിക്കുന്നതാണെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് നഷ്ടമാവാണ്. വിൽ ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടമാക്കുകയാണ്. വിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ബുദ്ധി അല്ലേ. ബുദ്ധിയും പ്രസൻസ് ഓഫ് മൈൻഡ്, പെട്ടെന്ന് എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാനുള്ള, ഒരു റെസ്പോണ്ട് ചെയ്യാനുള്ള ആ ഒരു കാര്യവിശേഷണം അത് നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളിപ്പം നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ, കുറവ് മാത്രം സംസാരിച്ചു കഴിഞ്ഞാലും. അക്കോർഡിംഗ്ലി ഇഫ് ഹി റീഡ്സ് ലെസ് ഹി വിൽ നോട്ട് ഹാവ് മച്ച് നോളേജ്. കൂടാതെ എന്താണ്, അവർ കുറച്ച് മാത്രം വായിച്ചു കഴിഞ്ഞാലും അല്ലേ, ഇവർക്ക് എന്താണ്, അറിവ് ഉണ്ടാവുന്നത് കുറവായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. An exploration of history develops wisdom, while poetry stimulates one's wit. Mathematics is known for its ability to cultivate precision, and natural philosophy improves one's intellect. Morals make a person solemn, while the study of logic and rhetoric promotes broader knowledge. അപ്പം ഈ ഒരു ലൈൻസിലൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ പഠനത്തിന്റെ വിവിധ ശാഖകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു സെന്റൻസിലൂടെ നോക്കാനുള്ള എക്സ്പ്ലോറേഷൻ ഓഫ് ഹിസ്റ്ററി അല്ലേ, ഫസ്റ്റ് ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പര്യവേഷണം നടത്തുക അല്ലേ. നമ്മുടെ ചരിത്രത്തിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് അതെന്താ, ചരിത്ര വിഷയമാണ്. അപ്പം ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ പര്യവേഷണം നടത്തുമ്പോൾ അതെന്താ നമുക്ക് കിട്ടുന്നത്, വിസ്ഡം കിട്ടുന്നുണ്ട് അല്ലേ, ഫ്രീഡം കിട്ടുന്നുണ്ട് അതിൽ നിന്ന്. പിന്നെ ആണെങ്കിൽ നമ്മളിപ്പം കവിതകളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബുദ്ധിയെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെ എന്താ നമുക്ക് കിട്ടുന്നത്, ഫോർ ഇറ്റ്സ് എബിലിറ്റി ടു കൾട്ടിവേറ്റ് പ്രിസിഷൻ അല്ലേ. കൃത്യത വളർത്താൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നാച്ചുറൽ ഫിലോസഫി ഇംപ്രൂവ്സ് വൺസ് ഇൻ്റലക്റ്റ്. അതായത് നാച്ചുറൽ ഫിലോസഫിയിലൂടെ അല്ലെങ്കിൽ ഫിലോസഫി സബ്ജക്റ്റ് പഠിക്കുന്നത് എന്താണ്, ഇൻ്റലക്റ്റ് ആവാൻ നമ്മൾ അത്രയ്ക്കും കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പീപ്പിൾസ് ആവാൻ പറ്റുന്നുണ്ട്. ആൻഡ് മോറൽസ് മേക്ക് എ മാൻ സോളർ അല്ലേ. മോറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള അല്ലേ, അതൊക്കെ എന്താണ്, സോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് മോറൽ പഠിക്കുന്നതോട് തന്നെ ഒരു വ്യക്തിയെ ഗംഭീരനാക്കാൻ അല്ലെങ്കിൽ അത്രയും നല്ലൊരു വ്യക്തിത്വത്തിനുടമയാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആണെങ്കിലും ലോജിക് ആൻഡ് റെട്ടോറിക് അല്ലേ, ലോജിക്കും യുക്തിയും വാചാടകവും ഒക്കെ എന്താണ്, നമ്മളിലേക്ക് കൂടുതൽ വലിയ രീതിയിലേക്ക് അറിവാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പം ഇത്രയും സബ്ജക്റ്റ് നല്ല രീതിയിൽ നമ്മളെന്താ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് ബേക്കൺ പറയുന്നുണ്ട്. വൺ സ്റ്റഡീസ് ആർ assimilated into one's character. A person character is molded by the kind of text he reads. അപ്പം എന്താണ് അസിമുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാംശീകരിക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം അതായത് ഒരാളുടെ പഠനം അവരുടെ ക്യാരക്ടർ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു തരത്തിലുള്ളതാണ്. കൂടാതെ പേഴ്സൺസ് ക്യാരക്ടർ ഈസ് മോൾഡഡ് ബൈ ദ കൈൻഡ് ഓഫ് ടെക്സ്റ്റ് ഹി റീഡ്സ്.
അതായത് നമ്മൾ പറയൂലേ, നമ്മൾ വായിച്ചിരിക്കുന്ന ആ ഒരു ബുക്കിലെ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ വായിക്കുന്നത് അത് നമ്മളെ മേക്ക് ചെയ്യും. നമ്മുടെ ക്യാരക്ടർ ബിൽഡപ്പിൽ നമ്മളൊന്നും തന്നെ ഇല്ലേ സ്വന്തമായിട്ട് മേക്ക് ചെയ്യുന്നതല്ല, നമ്മളത് ഫീൽ ചെയ്യുക, അനുഭവിച്ചറിയുന്നതാണ്. ഒന്നെങ്കിൽ ബുക്കിൽ വായിച്ചതിലൂടെ നമ്മൾക്ക് മനസ്സിലാവുകയാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ ബെറ്റർ ആവുമെന്ന്. കൂടാതെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബേക്കൺ പറയുന്നതാണ് നമ്മളൊരാളുടെ ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ അദ്ദേഹം എത്രത്തോളം വായിക്കുന്നുണ്ട് എന്നതിലൂടെയാണെന്ന്. There is no disease of the mind that cannot be corrected through proper study. ഇത് ഇവിടെ എന്താ പറയുന്നത്, അതായത് ശരിയായ പഠനത്തിലൂടെ തിരുത്താൻ കഴിയാത്ത ഒരു രോഗവും തന്നെ ഇല്ല എന്നാണ് ബേക്കൺ പറയുന്നത്. ബൗളിംഗ് ഈസ് എ ഗുഡ് ഫോർ ദ ബ്ലാഡർ ആൻഡ് ദ കിഡ്നീസ്. എന്തുകൊണ്ടാണ്, അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അതായത് ബൗൾ ചെയ്യുന്നതിലൂടെ അത് നമ്മുടെ ഗോൾ ബ്ലാഡറിനെ അല്ലെങ്കിൽ കിഡ്നിക്കും അത് നല്ലതാണെന്ന്. ഇനി ഷൂട്ടിംഗ് ഫോർ ദ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്. ഷൂട്ട് ചെയ്യുമ്പോഴെന്താണ് അല്ലേ, ഷൂട്ടിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശ്വാസകോശത്തിനും ബ്രസ്റ്റിനും ഒക്കെ അത് നല്ലതാണെന്ന് പറയും. വാക്കിംഗ് ഫോർ ദ സ്റ്റൊമക്ക് ആൻഡ് റൈഡിങ് ഈസ് ഗുഡ് ഫോർ ദ ഹെഡ്. അപ്പം നമ്മൾ നടക്കുമ്പോൾ അത് എന്തിനാണ് ഉപയോഗപ്പെടുന്നത്, നമ്മുടെ സ്റ്റൊമക്കിന് അല്ലേ, സ്റ്റൊമക്കിനെ അത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നടക്കുന്നത് വഴി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ്, റൈഡ് ചെയ്യുമ്പോഴല്ലേ, നമ്മൾ വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ സൈക്കിൾ റൈഡിങ് ഒക്കെ ചെയ്യുമ്പോഴെന്താണ്, അത് നമ്മുടെ തലയ്ക്ക് നല്ല രീതിയിൽ ഗുഡാണെന്നും പറയുന്നുണ്ട്. സിമിലർലി മാത്തമാറ്റിക്സ് ഈസ് ദ മെഡിസിൻ ഫോർ എ വാണ്ടറിങ് മൈൻഡ്. കൂടാതെ എന്താണ്, ഒരു കണക്കെന്ന വിഷയം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതൊരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്തിനു വേണ്ടിയിട്ട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മനസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള കുറച്ച് കാൽക്കുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാൽക്കുലേഷനിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങും അല്ലേ. നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങും, അനാവശ്യമായിട്ടുള്ള ചിന്തകളല്ല, എങ്ങനെ സൊല്യൂഷനിലേക്ക് എത്താം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ്, അയാളുടെ അലേർട്ടായിരിക്കും കൂടുതൽ അയാളുടെ ചിന്ത. പെട്ടെന്ന് അയാൾക്ക് എല്ലാ കാര്യം ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യാനുണ്ടാവും കഴിയുന്നതായിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ഇഫ് എ മാൻസ് മൈൻഡ് വാണ്ടേഴ്സ് ആസ് ഹി ട്രൈസ് ടു സോൾവ് എ പ്രോബ്ലം ഹി വിൽ ഹാവ് ടു ബിഗിൻ അഗെയിൻ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എല്ലാവരുടെ മനുഷ്യരുടെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്വച്ഛന്തം വിഹരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ ഒരു മാത്തമാറ്റിക്സിലൂടെ എന്തെങ്കിലും പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ബുദ്ധി മാറുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇഫ് എ മാൻ ഈസ് അണേബിൾ ടു മേക്ക് ഡിസ്റ്റിങ്ഷൻസ് ഹി മസ്റ്റ് സ്റ്റഡി ദ സ്കൂൾ വർക്ക്. അപ്പം ഇവിടെ ഡിസ്റ്റിങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ എന്താണ്, വ്യത്യാസങ്ങൾ എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പം അതായത് ഒരു മനുഷ്യന് ചില വ്യത്യാസങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, സ്കൂൾ വർക്ക് അവർ കൂടുതലായിട്ടും ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. ഹി മസ്റ്റ് സ്റ്റഡി ദ സ്കൂൾ വർക്ക് അല്ലേ. ചില കാര്യങ്ങൾ ചെയ്ത് പഠിക്കുന്നതിലൂടെ അവർക്ക് എന്താണ് വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ഇഫ് ഹി ഈസ് നോട്ട് ക്വിക്ക് ഇൻ ഗോയിങ് ത്രൂ മാറ്റേഴ്സ് ഹി ഷുഡ് സ്റ്റഡി ദ ലോ. അപ്പോൾ എന്താണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്, അതായത് പെട്ടെന്നുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പറ്റാതെ ആവുമ്പോൾ ശരിക്കും അത്തരത്തിലുള്ള ആൾക്കാർ പഠിക്കേണ്ടത് എന്താണ്, ലോ പഠിക്കേണ്ടതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ലോ പഠിക്കുന്നതിലൂടെയുള്ള പ്രയോജനം എന്താണ്, മാറ്റേഴ്സിന് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ദസ് ബേക്കൺ കൺക്ലൂഡ്സ് ദി essay by establishing that for every deficit of the mind a remedy is to be found in studies. അപ്പോൾ ഇവിടെ ബേക്കൺ എന്ത് വെച്ചിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് ഈ ഒരു essay എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു ചിന്തയുടെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ എല്ലാ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കുറവുകളെയും നികത്താൻ എന്തിന് പറ്റുമെന്നാണ്, നമ്മുടെ പഠനങ്ങൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള പഠനങ്ങളുണ്ട് അല്ലേ, നമ്മൾ പലതരത്തിലുള്ള സബ്ജക്റ്റും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ബേക്കണും ഇത് തന്നെയാണ് പറയുന്നത് ഈ ഒരു എസ്സേയിലൂടെ, അതായത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന പല കുറവുകളെയും ഇത്തരത്തിൽ പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പഠനത്തിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് സെഷനാണ് നമുക്ക് നോക്കാം.
ഇനി ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ 3 യൂസസ് ഓഫ് സ്റ്റഡീസ്. നമ്മുടെ സ്റ്റഡീസിൻ്റെ 3 ഉപയോഗത്തിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഹൗ ക്യാൻ വൺ എക്സ്പീരിയൻസ് ഡിലേറ്റ് ത്രൂ സ്റ്റഡീസ്, അതായത് പഠനത്തിലൂടെ എങ്ങനെയാണ് ആനന്ദം കണ്ടെത്താൻ ഒരാൾക്ക് കഴിയുന്നതെന്നാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമതായി ചോദിക്കുന്നത്. അപ്പം ഈ ഒരു പഠനം കൊണ്ടുണ്ടാകുന്ന 3 യൂസസ് എന്താണ്? ഈ ഒരു ഫസ്റ്റ് എസ്സേ പറയുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 3 യൂസസ് വരുന്നത് അമ്യൂസ്മെൻറ്റ്, അഡോൺമെൻറ്റ് ആൻഡ് എബിലിറ്റി. ഇതാണ് 3 യൂസസ് വരുന്നത്. അപ്പം ഇത് പഠനത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുന്നത്? ഇറ്റ്സ് ഡൺ ബൈ പ്രൈവറ്റ്ലി അല്ലേ. നമ്മൾ സ്വയം പഠിക്കുന്നതിലൂടെ ആയിരിക്കും നമുക്കത് നല്ല രീതിയിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുന്നത്. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. സെക്കൻഡ് വരുന്നത് വെൻ ഡസ് സ്റ്റഡി ക്രിയേറ്റ് അൺവില്ലിങ്നെസ്. അപ്പോൾ എപ്പോഴാണ് ഇപ്പം എന്താണ് ഈ ഒരു പഠനം അൺവില്ലിങ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സില്ലായ്മ അല്ലേ, അത് കൊണ്ടുവരുന്നത്, അതായത് അത് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന്. അതായത് കൂടുതൽ ടൈം നമ്മൾ പഠിക്കുമ്പോൾ അല്ലേ, സ്റ്റഡിങ് ഫോർ ടു ലോങ് ഡ്യൂറേഷൻസ്, നമ്മൾ കൂടുതൽ ടൈം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന് ഇഷ്ടമല്ലാതാവും. അപ്പോഴാണ് അല്ലേ നമുക്കൊരു മനസ്സില്ലായ്മ, ചടപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വൺ ഡസ് സ്റ്റഡി ക്രിയേറ്റ് അൺവില്ലിങ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡിങ് ഫോർ ടു ലോങ് ഡ്യൂറേഷൻസ്, അതായത് കൂടുതലും നമുക്കറിയാം ക്ലാസ്സിലൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണെങ്കിൽ കണക്ക് ടീച്ചേഴ്സിന് എത്രയായാലും അവർക്ക് ചാപ്റ്റേഴ്സൊക്കെ കഴിയില്ല. ഫസ്റ്റ് 2 പീരീഡ് കണക്ക് ടീച്ചറാണെങ്കിൽ നെക്സ്റ്റ് പീരീഡ് എന്താണ് PT സാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ് ആണെങ്കിൽ ആ ടീച്ചർ മിസ്സാണെങ്കിൽ വീണ്ടും വന്നിട്ട് കണക്ക് പഠിപ്പിക്കാൻ നോക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് മടി പിടിപ്പിക്കും. അവിടെ എന്താണ് കുറേ ടൈം തന്നെ എടുത്ത് കണ്ടതിനെ കൊണ്ടാണ് നമുക്കതൊരു മടി വരുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ബുക്ക് നമുക്ക് കുറേ നേരം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് കുറേ നേരം അത് പഠിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. അപ്പോൾ നമ്മൾ എന്താണ് ബ്രേക്ക് ചെയ്ത് പഠിക്കുമ്പോൾ അത് കുഴപ്പമുണ്ടാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങനെയാണ് എഴുതേണ്ടത്, സ്റ്റഡിങ് ഫോർ ടു ലോങ് ഡ്യൂറേഷൻസ് എന്ന്. നെക്സ്റ്റ് എന്താ വരുന്നത്? വെൻ ഡസ് സ്റ്റഡി ബിക്കം അഫക്റ്റേഷൻ, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഫ്രം ദ ഓപ്ഷൻ റിട്ടൺ ബിലോ. അഫക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്വാധീനം എന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എപ്പോഴാണ് പഠനത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്? അതായത് ഓപ്ഷൻസ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെൻ എ പേഴ്സൺ സ്റ്റഡീസ് ടു മച്ച്, കൂടുതൽ ടൈം ഒരാൾ പഠിക്കുമ്പോഴാണ് അയാൾക്ക് സ്വാധീനം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അല്ല അല്ലേ, ഇത് ലേസിനെസ് ഉണ്ടാക്കുന്നത് നമുക്ക്, അപ്പോൾ തെറ്റാണ്. പിന്നെ രണ്ടാമത് വരുന്നത് വെൻ ഹി യൂസസ് ദം ടു മച്ച് ഫോർ ഓർണമെൻറ്റ്സ്. ഓർണേറ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആലങ്കാരികമായിട്ട് ഭാഷകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് അല്ലേ, അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു ആൻസറാണ്. ബാക്കി രണ്ടും തെറ്റാണ്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഷുഡ് എ മാൻ സ്റ്റഡി? എന്തുകൊണ്ടാണ് ഒരാൾ പഠിക്കണം എന്ന് പറയുന്നത്? അപ്പോൾ എന്തിനാണ്? ചില കാര്യങ്ങൾ നമുക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇറ്റ് ഷുഡ് സ്റ്റഡി ടു ലേൺ ടു ഗെയിൻ ഇൻസൈറ്റ് ഫ്രം ഒബ്സർവേഷൻ. ചില നിരീക്ഷണങ്ങളിലൂടെ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആൻസറായിട്ട് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്? വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് ആർ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്? അപ്പോൾ നമ്മൾ കുറച്ച് ആ ഒരു എസ്സേ പറയുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ട്, ചില തരത്തിലുള്ള ബുക്കുകൾ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? അത് ടേസ്റ്റ് ചെയ്യാണ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ടേസ്റ്റ് ചെയ്യുന്ന ബുക്ക് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ്? ലെസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആൾക്കാർ ചില ബുക്കുകളാണ് അല്ലേ. പെറൂസ്ഡ് ലൈറ്റ്ലി എന്നാണ് നമ്മൾ എസ്സേയിൽ കണ്ടിട്ടുണ്ടായത്. അത് അവിടെ എന്താണ് പെറൂസ്ഡ് ലൈറ്റ് എന്ന് ചെറുതായിട്ടൊന്ന് നമ്മളതിനെ നോക്കുകയാണ്, ടേസ്റ്റ് ചെയ്ത് മാത്രം പോകുന്നത്. ഒന്ന് ജസ്റ്റ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോകാനാണ് അവിടെ ചെയ്യുന്നത്. നന്നായിട്ട് നമ്മളത് കഴിക്കുന്നതാണെങ്കിൽ നല്ല ഇഷ്ടം കൊണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സിനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ തിന്നും, അല്ലെങ്കിൽ ഞാനത് ഉപേക്ഷിക്കുന്നുള്ള രീതിയിലേക്ക്. അപ്പം ബുക്കിൻ്റെ കേസിലും ഇതേപോലെ തന്നെ പേക്കം പറഞ്ഞിരിക്കുന്നത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സിനെ അവരെന്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് ബുക്സ് ആർ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്? അതായത് പെട്ടെന്ന് ചവച്ചരക്കുന്ന അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന തരത്തിലുള്ള ബുക്ക് എങ്ങനത്തെ ബുക്കുകളാണെന്ന്. അപ്പോൾ അത് എന്തായിരിക്കും? കുറച്ചും കൂടെ മോർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബുക്കുകളായിരിക്കും അല്ലേ.
അതായത് അതിൻ്റെ എക്സ്ട്രാക്ട് മീനിങ്, അർത്ഥങ്ങളും എല്ലാ കാര്യങ്ങളും തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ബുക്കുകളെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് നമുക്ക് ഡൈജസ്റ്റ് ആവുന്നത്. ടു ഫുള്ളി എക്സ്ട്രാക്ട് ദെയർ മീനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇൻ വൺസ് ലൈഫ്, ഇത്തരത്തിലുള്ള ബുക്കുകളാണ് ഡൈജസ്റ്റ് ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു ബേക്കൺ വിച്ച് ആർ ദ മെയിനർ സോർട്ട് ഓഫ് ബുക്സ്. അപ്പം ബേക്കണിൻ്റെ ഇത് പ്രകാരം ഏത് തരത്തിലുള്ള ബുക്കുകളാണ് മീനർ സോർട്ട് ഓഫ് ബുക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാര തരത്തിലുള്ള പുസ്തകങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ എന്താണ് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്? ഡിസ്റ്റിൽഡ് ബുക്സ് എന്നാണ് അല്ലേ നമ്മൾ പറയുന്നത്. അതിനെ സമ്മറൈസ്ഡ് ബുക്ക് അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ എന്ന്, ഡിസ്റ്റിൽഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല, ചില അതിൻ്റെ റിവ്യൂസ് മാത്രം നോക്കിയിട്ട് വെക്കുന്നത്. ഇതിനെയാണ് മീനർ സോർട്സ് ഓഫ് ബുക്സ് കൊണ്ട് ബേക്കൺ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഏഴാമത്തത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ബേക്കൺ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റഡിങ് ഹിസ്റ്ററി, പോയട്രി, മാത്തമാറ്റിക്സ്, നാച്ചുറൽ ഫിലോസഫി, മൊറാലിറ്റി, ലോജിക് ആൻഡ് റെട്ടോറിക്. അതായത് ബേക്കണിൻ്റെ പ്രകാരം ഇങ്ങനെ ഹിസ്റ്ററിയും പോയട്രി, മാത്തമാറ്റിക്സും ഒക്കെ പഠിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമുക്കുണ്ടാകുന്ന ഉപയോഗം എന്താണെന്നാണ്. അപ്പോൾ അവിടെ എസ്സേയിൽ ഒരു പാരഗ്രാഫ് തന്നെ അതിനുണ്ട് അല്ലേ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു സെൻറ്റൻസ് ആണ് ഇതിൽ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല. ഈ ഒരു മാത്തമാറ്റിക്സ് എന്താണ്, എബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം അതിൻ്റെ ആൻസർ അത് അവിടെ തന്നെയുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ബേക്കൺ, ദ എക്സസൈസ് ഓഫ് ബോളിംഗ്, ഷൂട്ടിംഗ് ആർ ഗുഡ് ഫോർ വിച്ച് ഡിസീസ്. അപ്പം ബേക്കൺ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബോളിങ്ങും ഷൂട്ടിങ്ങും എന്താണ് ചില തരത്തിലുള്ള രോഗങ്ങൾക്ക് ഗുഡാണെന്ന്. അപ്പം എന്താണ് ഇത്തരത്തിൽ ഗുഡായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ബോളിങ്ങും ഷൂട്ടിങ്ങും ഗുഡായിട്ടുള്ള ഡിസീസസ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ഗോൾ ബ്ലാഡറിനും കിഡ്നീസിനുമാണ് ഗുഡായിട്ട് വരുന്നത് ബോളിങ്. പിന്നെ ആണെങ്കിൽ ഷൂട്ടിങ് ഗുഡായിട്ട് വരുന്നത് ലങ്സിനും ബ്രസ്റ്റിനുമാണ് അല്ലേ. അപ്പം അതവിടെ എഴുതി കൊടുക്കുക, അത് ആ ഒരു എസ്സേയിൽ തന്നെയുണ്ട്. ഇനി അക്കോർഡിംഗ് ടു ബേക്കൺ, ദ എക്സസൈസ് ഓഫ് ജെൻറ്റിൽ വാക്കിംഗ് ആൻഡ് റൈഡിങ് ആർ ഗുഡ് ഫോർ വിച്ച് ഡിസീസ്. അപ്പോൾ എന്താണ് ജെൻറ്റിൽ വാക്കും റൈഡിങ്ങും ഏതൊക്കെ ഡിസീസിനാണ് ഗുഡായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തിനാണ് വരുന്നത്? നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ അത് ഏത് ഡിസീസിനാണ്? സ്റ്റൊമക്കിനാണ് നല്ലത് വരുന്നത് അല്ലേ. ഇനി റൈഡ് ചെയ്യുമ്പോൾ എന്തിനാണ്? അത് ഹെഡിന്, തലയ്ക്ക് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ, ആ ഒരു എസ്സേയിൽ പറയുന്നുണ്ട്, അത് നോക്കി എഴുതാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫോർ മാൻസ് വിറ്റ് ഈസ് വണ്ടറിങ് വാട്ട് ഡസ് ബേക്കൺ സജസ്റ്റ് ടു ഡു. അതായത് ഒരു മനുഷ്യൻ്റെ ചിന്ത അല്ലേ, അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണെങ്കിൽ ബേക്കൺ എന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്നാണ്, എന്ത് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മൈൻഡിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ബേക്കൺ സജസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ദിസ് ഈസ് ബിക്കോസ് ഇഫ് എ മാൻസ് മൈൻഡ് വണ്ടേഴ്സ് ആസ് ഹി ട്രൈസ് ടു സോൾവ് എ പ്രോബ്ലം അല്ലേ. അതായത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ബേക്കൺ ശ്രമിക്കാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ. ഹി വിൽ ഹാവ് ടു ബിഗിൻ അഗെയിൻ, അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നത്. അല്ലെങ്കിൽ അത്രയ്ക്കും ലൈക്ക് അലഞ്ഞ് തിരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്വതന്ത്രമായിട്ട് നടക്കുന്ന മൈൻഡിനെ ഒന്ന് പിടിച്ച് കെട്ടാൻ വേണ്ടി, സൊല്യൂഷൻ നടത്താൻ വേണ്ടി നമുക്ക് മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചാപ്റ്റർ വരുന്നത്. ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. ക്ലാസ് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.